Lord, make me an instrument of your peace. Where there is hatred, let me sow love. Where there is injury, pardon. Where there is doubt, faith. Where there is despair, hope. Where there is darkness, light. And where there is sadness, joy. O Divine Master, grant that I may not so much seek to be consoled as to console, to be understood as to understand, to be loved as to love. For it is in giving that we receive. It is in pardoning that we are pardoned. And it's in dying that we are born to eternal life. Amen. ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ യുവജന ദിനത്തിൻ്റെ നന്മകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. ഈ വർഷത്തെ യുവജന ദിനം ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ഇതിൽ പ്രാർത്ഥനാപൂർവ്വം സംബന്ധിക്കുകയാണ്. പ്രത്യേകമായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വലിയ മാധ്യസ്ഥവും പ്രാർത്ഥനകളും എല്ലാവർക്കും ഞാൻ നേരുകയാണ്. ഈ കോവിഡ് കാലം ഒത്തിരിയേറെ സാധ്യതകൾ നമുക്ക് തുറന്നു തരുന്നുണ്ട്. ഒരുപക്ഷെ സാധാരണ വർഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് കുറച്ചു പേർക്ക് മാത്രം സംബന്ധിച്ചുകൊണ്ടിരുന്ന ഈ ഒരു പരിപാടി ഇന്ന് യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ അനേകമായിരം ആൾക്കാർ കാണുന്നു, അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു വശത്ത് കോവിഡ് നൽകുന്ന ഒരു വെല്ലുവിളിയാണ്. പക്ഷെ മറുവശത്ത് അത് തുറന്നു തരുന്ന സാധ്യതകളാണ് എന്ന് തിരിച്ചറിയുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകമായിട്ട് യുവജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളോടുള്ള ഒരു റെസ്പോൺസാണ്. ഇതിനൊന്നും ആത്യന്തികമായ ഉത്തരങ്ങളല്ല, ചില റെസ്പോൺസസ്, ചില പെർസ്പെക്റ്റീവ്സ്, അതൊക്കെ ഒന്ന് അവതരിപ്പിക്കുക, ചർച്ച ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് മുമ്പിലുള്ളതായ എൻ്റെ ഉദ്ദേശം. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ കോവിഡ് കാലത്ത് കണ്ട ഒരു സിനിമയായിരിക്കും സീ യു സൂൺ എന്ന് പറയുന്ന സിനിമ. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത, ഫഹദ് ഫാസിലും സുഹൃത്തുക്കളും ചേർന്ന് പുറത്തിറങ്ങിയ ഒരു സിനിമ. ഒത്തിരി പേരാണ് അത് മൊബൈലിലൂടെ, OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ സിനിമ കണ്ടത്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അതിൻ്റെ അവതരണ രീതി അല്ലെങ്കിൽ അതിൻ്റെ കഥ എന്നതിനേക്കാൾ അതിൻ്റെ ടെക്നോളജി ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ ഒരു മൊബൈലിൽ കൂടെ, ഒരു മൊബൈൽ ഉപയോഗിച്ച് ഒരു സിനിമ പുറത്തിറക്കാം എന്നുള്ളത് വലിയ നമ്മളെല്ലാവരെയും ചിന്തിപ്പിച്ച, അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. പല പത്രങ്ങളിൽ വന്ന റിവ്യൂസ് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ആ സിനിമയെക്കുറിച്ച് പറഞ്ഞത് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ തക്കവിധത്തിൽ സിനിമ എന്ന മേഖല ഉയരും എന്നുള്ള പ്രതീക്ഷയാണ്. ഇതെനിക്കൊന്ന് മനുഷ്യനെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഏത് സാഹചര്യത്തെയും അത് തളർന്നു പോകാതെ അതിനെ റെസ്പോണ്ട് ചെയ്യുവാൻ, അതിനോട് പ്രതികരിക്കുവാൻ മനുഷ്യനൊരു കഴിവുണ്ട്. മനുഷ്യന് പ്രത്യേക, ദൈവം മനുഷ്യൻ നൽകിയ വലിയ നന്മകളിൽ ഒന്നാണ്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി എത്ര പെട്ടതാണ്, ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ഒരു പ്ലാറ്റ്ഫോം, അതിലൂടെ ഒരു സിനിമ പുറത്തിറക്കുവാൻ, അത് അനേകം ആളിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് ഈ ഒരു വലിയ വെല്ലുവിളിയുടെ കാലത്തും നമുക്ക് നൽകപ്പെട്ട വലിയ പ്രതീക്ഷകളാണ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ IPL നമ്മൾ ഒരുപക്ഷെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. സാധാരണ IPL കാര്യങ്ങളൊന്നുമല്ല ഇപ്പോഴത്തെ IPL ഉള്ളത്. പക്ഷെ അത് നമ്മൾ ചിന്തിപ്പിക്കേണ്ട കാര്യം,
കഴിഞ്ഞ ദിവസത്തെ മാധ്യമത്തിൽ ഞാൻ കണ്ടു, 20 കോടി ആൾക്കാരാണ് IPL കണ്ടത്, TV-യിലും മൊബൈലിലുമായിട്ട്. നമുക്കറിയാം IPL ഉള്ളത് തന്നെ സ്പോൺസേഴ്സിന് വേണ്ടിയാണ്, കാരണം അത് ഇറ്റ്സ് എ ബിസിനസ്. അതിലേറ്റവും എടുത്തു പറയേണ്ട സംഗതി, IPL നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 4 or 6 അടിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം അതുവരെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്നവർക്ക് വലിയ സന്തോഷമാണ്. നമുക്കറിയാം ഇത് കേൾക്കുമ്പോൾ ഇങ്ങനൊരു ഓഡിയൻസ് ഇല്ല എന്നും അവിടെ ആൾക്കാരില്ല എന്നും, പക്ഷേ നമ്മൾ ആ വോയിസ് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നമുക്ക് വലിയ ഒരു ഫീലാണ്, ഒരു ക്രിക്കറ്റുകൾ നടക്കുന്ന ഫീലാണ് അത് നൽകുന്നത്. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ചിയർ ഗേൾസ് ഉണ്ടായിരുന്നു, അതിപ്പം ഇല്ല. പക്ഷേ വലിയ സ്ക്രീനിൽ ചിയർ ഗേൾസിൻ്റെ പഴയ വീഡിയോ കാണിക്കുമ്പോൾ ദ സെയിം ഫീൽ ദി ക്രിയേറ്റ്. ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വൈഡായിട്ടും വൈൽഡായിട്ടും ചിന്തിക്കാൻ തുടങ്ങി. ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പുതിയ സാധ്യതകളുടെ ലോകത്തിലേക്ക് മനുഷ്യൻ വളരെ വേഗം നടന്ന് ഇറങ്ങി എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണിത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ വലിയൊരു സൂപ്പർ ഹിറ്റ് ഹോളിവുഡ് മൂവിയായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്ന മൂവി. അതിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഒരു ഏലിയൻ ലോകത്തിൽ നിന്നും ആൾക്കാർ വന്ന് ഈ ഭൂമി നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പം അതിനകത്ത് ഒരു ഹോളിവുഡ് മൂവി ആയതുകൊണ്ട് തന്നെ അമേരിക്ക മുൻകൈ എടുത്ത് ലോകം മുഴുവൻ ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടുന്നതാണ്. ചിലർ പറയും അത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് കാണിക്കാനുള്ള ഒരു മൂവിയാണെന്നൊക്കെ പറയുമെങ്കിലും അതിൽ ഏറ്റവും അവസാനം അല്ലെങ്കിൽ മൂവി പോകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഈ അറ്റാക്കിന് വരികയാണ്, അറ്റാക്കിന് മുമ്പിട്ട് നിൽക്കുകയാണ്. അതിനു മുമ്പായിട്ട് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദിസ് ഇസ് അവർ റൈറ്റ് ടു ലിവ്, വി ആർ ഹിയർ ടു സർവൈവ്, ഇറ്റ്സ് അവർ റൈറ്റ് ടു സർവൈവ്. ഞങ്ങൾക്കതെ സർവൈവ് ചെയ്യുക, ജീവിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മനുഷ്യൻ സർവൈവ് ചെയ്യാൻ വേണ്ടി, സർവൈവലിന് വേണ്ടി അവൻ ഏതറ്റവും വരെ പോകാൻ അതിനുള്ളൊരു കഴിവ് അതേ മനുഷ്യനുണ്ട്. ഏത് മരണ സാഹചര്യമാണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും ടു സർവൈവ്, ടു ലിവ്, ഇറ്റ്സ് അവർ റൈറ്റ്. സർവൈവൽ ഈസ് അവർ ബിഗസ്റ്റ് തിങ്. അതിനപ്പുറമായിട്ട് മറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് പാൻഡമിക് വന്നാലും, ഏത് കോവിഡ് വന്നാലും, ഏത് പ്രയാസത്തിലൂടെ കടന്നു പോയാലും അതിനെ സർവൈവ് ചെയ്യാനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് എനിക്ക് ദൈവം മനുഷ്യൻ നൽകിയ വലിയ നന്മകളിൽ ഒന്ന് തന്നെയായിട്ട് നമുക്കതിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഏർജ് ടു ലിവ്, ടു ഫൈറ്റ് ഫോർ അവർ സർവൈവൽ, ഈ സർവൈവൽ ആ ത്രസ്റ്റിൽ നിന്നാണ് മനുഷ്യൻ്റെ പുതിയ സാധ്യതകളിലേക്കുള്ള ലോകം, പുതിയ കാഴ്ചപ്പാടുകളിലേക്കുള്ള മാറ്റം ഇതൊക്കെ ഉണ്ടാകുന്നത്. ഷുവർലി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ടെക്നോളജി. ടെക്നോളജിയാണ് നമ്മളെ അടുത്ത ലോകത്തിലേക്ക്, അടുത്ത നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗിച്ചാണ് നമ്മളെല്ലാവരും ഇന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത്. അത് കൂടുതൽ മനുഷ്യന് നന്മയ്ക്കായിട്ട് തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരുപക്ഷെ ടെക്നോളജി സുവിശേഷ പ്രഘോഷണത്തിന് ഉപയോഗിക്കണം എന്ന് ശക്തമായിട്ട് പറഞ്ഞത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ടെക്നോളജിയിലൂടെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ സത്യവും വിശ്വാസവും ലോകമെങ്ങും പുലർത്തുവാനായിട്ട് യുവജനങ്ങൾ പ്രത്യേകിച്ച് മുമ്പിട്ടിറങ്ങണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആഹ്വാനം ചെയ്തത്. നമ്മുടെ യുവജന സംഘടനകളും നമ്മുടെ MCYയും അതുപോലെയുള്ള മറ്റ് സംഘടനകളും ഈ ഒരു ആഹ്വാനം വളരെ കാര്യമായി സ്വീകരിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച്, ടെക്നോളജി ഉപയോഗിച്ച് ഈ നല്ല കാര്യങ്ങൾ, ഈ വിശ്വാസ പ്രഘോഷണം ഏറ്റവും ശക്തമായി നടത്തുന്നതിൽ നമുക്കെല്ലാം വലിയ സന്തോഷവുമുണ്ട്. ഇനി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം വിലയിരുത്താൻ വേണ്ടിയാണ്. നമുക്കറിയാം, കേരളം പല തലങ്ങളിൽ മറ്റു രാജ്യങ്ങളെയും വരെ അപേക്ഷിച്ച് മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലന രംഗത്ത്, അതുപോലെ വിദ്യാഭ്യാസം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെടുത്താൽ ലിറ്ററസിയുടെ കാര്യത്തിൽ പല രീതിയിലും കേരളം മുൻപന്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്നാൽ വളരെ നമ്മളെ കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഗതി, ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്കിൽ മുൻപന്തിയിലുള്ള 5 സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് കേരളമാണ് എന്നുള്ളതാണ്. നമ്മുടെ നാഷണൽ ക്രൈം ബ്യൂറോ റെക്കോർഡ്സ് അനുസരിച്ച് 2019 8556 ആത്മഹത്യകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ശരാശരി കണക്കെടുത്താൽ ഇന്ത്യയിൽ 1,00,000 ഏകദേശം ഒരു 10.4 ആൾക്കാർ ഇന്ത്യയിൽ മരിക്കുമ്പോൾ കേരളത്തിൽ അതിൻ്റെ
റേറ്റ് എന്ന് പറയുന്നത് 24.3 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണിത്. അപ്പം ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു, സൗകര്യങ്ങൾ കൂടിയത് കൊണ്ടോ വിദ്യാഭ്യാസം കൂടിയത് കൊണ്ടോ ഒരിക്കലും ആത്മഹത്യയുടെ നിരക്ക് കുറയുന്നില്ല. പക്ഷെ അത് കൂടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമായ തെളിവുകളില്ല. പക്ഷേ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു ആത്മഹത്യാ നിരക്ക് കുറയുന്നില്ല എന്നുള്ളത് നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ട സംഗതിയാണ്. നമുക്കറിയാം, ഏതൊരു ലോക ചരിത്രത്തിൽ ഏതൊരു പാൻഡമിക് നടന്നാലും, യുദ്ധമാണെങ്കിലും ഒരു പകർച്ചവ്യാധി ആണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ ഹിരോഷിമ ബോംബ് ബ്ലാസ്റ്റ് പോലെയുള്ള സംഭവങ്ങളാണെങ്കിലും അതിനുശേഷം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് നമ്മൾ PTSD എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാൻഡമിക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനുശേഷം അത് അഫക്റ്റഡ് ആകുന്ന ആൾക്കാർക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ട്, സമ്മർദ്ദം, ആങ്സൈറ്റി, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, ഇതിനെയാണ് നമ്മൾ PTSD എന്ന് പറയുന്നത്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ്. നമ്മളൊരു സാധാരണ ഒരു പാൻഡമിക് നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠനം നടത്താറുണ്ട്. കാരണം മനുഷ്യരുടെ ആരോഗ്യനിലയെ, മാനസികമായ ആരോഗ്യനിലയെ വളരെയേറെ ഇങ്ങനെയുള്ള പാൻഡമിക്സ് ബാധിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സെപ്റ്റംബർ 11 നമ്മുടെ ട്വിൻ ടവേഴ്സ് നടന്ന അറ്റാക്കിൽ, അമേരിക്കയിൽ നടന്ന അറ്റാക്കിൽ ഒരു പഠനം വെളിപ്പെടുത്തുന്നത് അതിനുശേഷം അത് അഫക്റ്റഡ് ആയ അമേരിക്കൻ ആൾക്കാരിൽ അതിൻ്റെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അതുണ്ടാക്കിയ ഇമോഷണൽ സ്ട്രെസ്, അത് കാരണം 28.8% ആണ് ഡ്രഗ് യൂസ് കൂടിയത്. ആൽക്കഹോളും ഡ്രഗ്സും അതിൻ്റെ എഫക്റ്റാണ്. ഈ കോവിഡിനുമായിട്ട് ബന്ധപ്പെട്ടൊരു പഠനം നടത്തിയതിൽ പൊതുവെ പറയുന്നത് ആൾക്കാർക്ക് 40.4% സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അത് സ്ട്രെസ് ആണ്, പിന്നെ ജോലി കിട്ടുമെന്നുള്ള പേടി, ഉള്ള ജോലി പോകുമെന്നുള്ള ഭയം, പിന്നെ ആൾക്കാരെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഇല്ലാത്തതുകൊണ്ടുള്ളതായ ഇമോഷണൽ സ്ട്രെസ്, ആങ്സൈറ്റി. അപ്പം ഇങ്ങനെ ഒരു പിന്നെ ലോൺലിനെസ്, നമ്മൾ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ, അങ്ങനെ പല ഇമോഷണൽ പ്രോബ്ലംസിലൂടെയാണ് ഇന്ന് സമൂഹം കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ PTSD എന്ന് പറയുന്നത് അളന്നിരിക്കുന്നത് 14.4% ഈ സ്ട്രെസ് ഡിസോർഡേഴ്സ് സമൂഹത്തിലുണ്ട്. അതെല്ലാ തലത്തിലും അത് വ്യാപിച്ചു കിടക്കുകയാണ്. അത് യുവജനങ്ങളുടെ കാര്യം എടുത്താൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ആത്മഹത്യാ നിരക്കിലും യുവജനങ്ങളെ ആത്മഹത്യയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് പലരും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് യുവജനങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് വൈ എന്നുള്ളതാണ്. എന്തിന്? അഡ്രസ്സിങ് ദ ക്വസ്റ്റ്യൻ ഓഫ് വൈ ടു ലിവ്, എന്തിന് ജീവിക്കണം, വൈ ടു വർക്ക്, അല്ലെ, എന്തിന് ജോലി ചെയ്യുന്നത്, വൈ ടു സ്റ്റഡി, എന്തിന് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ, പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം നമ്മളെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ, അല്ലേ, റിലീജിയനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ വൈ ടു ഗോ ടു ചർച്ച്, എന്തിന് പള്ളി പോകണം, പള്ളി പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പ്രാർത്ഥിച്ചാൽ പോരെ. അത് അറിയാം, വൈ ടു പ്രേ, പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഇത് അൾട്ടിമേറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സെഷനിൽ ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് കരുതുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വൈ എന്ന ക്വസ്റ്റ്യൻ ആത്യന്തികമായിട്ട് ഉത്തരം പറയേണ്ടത് ഹൗ യു ഡിഫൈൻ ദ മീനിങ് എന്നുള്ളതാണ്. മീനിങ് കണ്ടെത്തുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒരു അർത്ഥമുള്ളൂ. അപ്പോൾ നമ്മൾ മീനിങ്, ഓരോ കാര്യത്തിലും ഇഫ് ദർ ഇസ് എ മീനിങ് യു ക്യാൻ അനലൈസ് ഇറ്റ്. പഠനത്തിന് മീനിങ് ഉണ്ടോ, ഫാമിലിക്ക് മീനിങ് ഉണ്ടോ, പള്ളിയിൽ പോകുന്നതിന് മീനിങ് ഉണ്ടോ, ജീവിക്കുന്നതിന് തന്നെ അർത്ഥമുണ്ടോ, പ്രാർത്ഥിക്കുന്നതിന് മീനിങ് ഉണ്ടോ, അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ്. എനിക്ക് തോന്നുന്നു ഈ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു ഫൈൻഡ് മീനിങ്, ഹൗ ദ മീൻസ് ടു മീനിങ് എന്നുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നത് അത് യേശുക്രിസ്തുവുമായിട്ട് ചേർത്ത് വെക്കുമ്പോഴാണ്. ക്രൈസ്റ്റ് ഈസ് അവർ റെഫറൻസ്. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ യേശുക്രിസ്തു എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയത്? എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഇൻ ഗിവിങ്. കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വില്ലിങ് ആയിരുന്നു. തൻ്റെ സാരാംശത്തിലുള്ള സമാനത പോലും നിലനിർത്തേണ്ട കാര്യം പരിഗണിക്കാതെ ഏറ്റവും ദാസനായിട്ട് ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി നൽകുവാനായിട്ട് തയ്യാറാവുകയാണ്. നമ്മൾ പറയുന്ന അവസാന തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി കൊടുക്കാനായിട്ട് യേശു തയ്യാറാവുകയാണ്. ദ ട്രൂ മീനിങ് ഓഫ് ലൈഫ് ഈസ് ഇൻ ഗിവിങ്. നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ളപ്പോഴാണ് അവിടെ മീനിങ് ഉള്ളത്. ഈ മീനിങ്ങിനെ കുറിച്ച് ഏറ്റവും നല്ലൊരു പുസ്തകം വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന ആൾ എഴുതിയ ദ വിൽ ടു മീനിങ് എന്ന പുസ്തകമാണ്. ഈ പുസ്തകം എഴുതാനുള്ള കോണ്ടാക്സ്റ്റ് എന്ന് പറയുന്നത്, ഇദ്ദേഹം ജർമ്മൻ
നാസി തടങ്കൽ പാളയത്തിൽ ആയിരുന്ന സമയത്ത് അദ്ദേഹം കണ്ട കാഴ്ചകളാണ്. അവിടെ ഒത്തിരി പേരെ കുരുതി കൊടുത്തു. വെടിവെച്ച് കൊല്ലാനായിട്ട് ആൾ കൂടിയപ്പോൾ അവർ ആൾക്കാരെ നിരത്തി കിടത്തി ടാങ്കർ അതിൻ്റെ മുകളിലൂടെ ഓടിച്ച് ആൾക്കാരെ കൊന്നു. അപ്പം ഇങ്ങനെ വളരെ ഭീകരമായ അവസ്ഥകൾ ഉണ്ടായ സാഹചര്യത്തിലാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് മീനിങ് ഓഫ് ലിവിങ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഈ ചിന്തിക്കുകയും ആ പുസ്തകം എഴുതുകയും ചെയ്തത്. അതിനുശേഷം അത് ലോഗോ തെറാപ്പി എന്ന തരത്തിൽ ഇന്ന് വളരെ വലിയൊരു തെറാപ്പിയാണ്. അതായത് അർത്ഥം കണ്ടെത്തി സൗഖ്യപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മൾ മീനിങ് കണ്ടെത്തേണ്ടത് വാട്ട് വി ഹാവ് ഇൻ ഗിവിങ്. നമ്മൾ കൊടുക്കാനായിട്ട് എന്താണുള്ളത്, ദ ടോട്ടൽ ഗിവിങ് ഓഫ് സംതിങ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണതയായിട്ട് അർത്ഥമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്നാമതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തലം ദ വർക്ക്, നമ്മുടെ ജോലി മേഖലയാണ്. എനിക്കത് തന്നെ കാണുന്ന ഒത്തിരി പേര് ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ജോലിയുടെ സ്ട്രെയിൻ അനുഭവിക്കുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ട്. ഏത് ജോലിയാണെങ്കിലും, മേ ബി യു ടീച്ചർ, പ്രീസ്റ്റ്, സോഷ്യൽ വർക്കർ, ബാങ്കർ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കൊള്ളട്ടെ, എല്ലാ ജോലിയിലും നമുക്ക് അർത്ഥം കണ്ടെത്താനായിട്ട് എങ്ങനെയാണ് സാധിക്കുക? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സപ്ലിമെന്റിലാണെന്ന് തോന്നുന്നു, മനോരമ സപ്ലിമെന്റിലാണെന്ന് ഒരു അധ്യാപകനെ കുറിച്ച് ഞാൻ വായിക്കാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹം പ്രധാന അധ്യാപകനാണ്. അദ്ദേഹം ആ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹം ആളില്ലാത്തപ്പോൾ തെങ്ങയിൽ കയറും, തെങ്ങയിടും, അവിടുത്തെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കും, ഗാർഡൻ ഉണ്ടാക്കും. ഇതൊക്കെ ഇദ്ദേഹം ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇൻക്രിമെന്റോ ഗ്രാറ്റുവിറ്റിയോ ഒന്നും കൂടുതൽ കിട്ടുന്നില്ല. അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ട് ഒരു സമ്മാനമൊന്നും ആരും കൊടുക്കുന്നില്ല. ബട്ട് ഹി ഡസ്. അത് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് ആ ജോലിയോടുള്ള പാഷനാണ്. കാരണം അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, ഈ ജോലിയിലൂടെ ഐ എം ഗിവിങ് സംതിങ്. അദ്ദേഹത്തിന് കുട്ടികളോടുള്ള സ്നേഹത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ടുണ്ട് എന്തുകൊണ്ട്. അവിടെ അദ്ദേഹം എക്സ്ട്രാ ചെയ്യുന്ന അത് സമയം നോക്കത്തില്ല, അല്ലെ? പലരും ജോലി ചെയ്യുമ്പോൾ കറക്റ്റ് സമയം തീർന്നോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്ക് കൊടുക്കാനായിട്ടുള്ളപ്പോൾ നമുക്ക് സമയം പ്രശ്നമല്ല. നമുക്ക് ടോട്ടലി ആ ജോലിയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു അധ്യാപകൻ, നിങ്ങൾ പലരും അധ്യാപകരൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിക്കുക, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യുവർ ടീച്ചിങ്? നിങ്ങളൊരു ടീച്ചർ ആയിരിക്കുന്നതിൻ്റെ മീനിങ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നിങ്ങളെ കേൾക്കുന്ന, നിങ്ങളെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളപ്പോഴാണ് ആ ടീച്ചിങ് എന്ന പ്രൊഫഷന് നിങ്ങൾക്ക് മീനിങ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. എ പ്രീസ്റ്റ്, ഒരു വൈദികൻ, അല്ലെ, ഒരു സമർപ്പിതൻ, ഒരു സന്യാസി, അദ്ദേഹം ജീവിക്കുന്നത് എന്തിനു വേണ്ടിയല്ല. ഒരു വൈദികന്റെ, സന്യാസിയുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നത് സന്യാസിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉള്ളപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ സമയമോ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യമോ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളോ, സുഹൃത ജീവിതം വഴി അദ്ദേഹം നേടിയ നന്മകളോ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഉള്ളപ്പോൾ മാത്രമാണ് ഒരു വൈദികൻ അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്നത്. തനിക്ക് വേണ്ടി ജീവിക്കുന്ന വൈദികൻ ഒരിക്കലും ആ പൗരോഹിത്യത്തിൻ്റെ അർത്ഥം കണ്ടെത്തുകയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട്, കൊടുക്കാനായിട്ട്, ഇഫ് ഐ ഹാവ് സംതിങ് ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ നന്മകളോ, സമയമോ, എൻ്റെ കഴിവോ, എൻ്റെ ആരോഗ്യമോ, എൻ്റെ സുഹൃത ജീവിതമോ ഒക്കെ ഉണ്ടെങ്കിൽ I think I find meaning in my life. The same thing as a social worker, a banker, a doctor, an engineer. നിങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? യു ഷുഡ് തിങ്ക്, ഞാൻ ജോലി ചെയ്യുന്ന വഴിയായിട്ട് ഐ ആം ഹെൽപ്പിംഗ് ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്. ഒരു പുതിയ നല്ല ലോകം ചെയ്യാനായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കുകയാണ്. ഈ ഒരു ബോധ്യം അല്ലെങ്കിൽ നമുക്കൊരു വളരെ മൊണോട്ടണസ് ആണ് ജോലികളൊക്കെ. ഉദാഹരണം, ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അല്ലെ, നമ്മളൊരാളെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന സേവനം അതുവഴിയായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ നമ്മൾ കൂടുതൽ കൺവീനിയൻ്റ് ആക്കുകയാണ്, കൂടുതൽ നന്മ ആക്കുകയാണ്, അദ്ദേഹത്തെ നമ്മൾ സഹായിക്കുകയാണ്. ആ ഒരു ബോധ്യമാണ് ആ ജോലിയെ മഹത്വമുള്ളതാക്കി മാറ്റുന്നത്. നമുക്കറിയാം, 2018 വലിയ പ്രളയമുണ്ടായപ്പോൾ ഈ പ്രളയത്തിൽ നമ്മളെ കൈപിടിച്ച് കടത്താനായിട്ട് ഇവിടേക്ക് കടന്നു വന്നവരാണ് നമ്മുടെ കടപ്പുറത്തുള്ള മുക്കുവ സമൂഹം. അവർ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ മരണനിരക്കൊക്കെ എത്രമാത്രം അധികമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കും, എന്തിനാണ് അവർ വന്നത്?
നമുക്കറിയാം അവർ കൂടുതലായിട്ട് നമ്മുടെ ലാറ്റിൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ക്രിസ്ത്യാനികൾ തന്നെയാണ്. അവർ വരാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങൾ പറയും ചിലപ്പോൾ അവിടെ ബിഷപ്പ് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ അച്ഛൻ വികാരിച്ചൻ പറഞ്ഞു കാണും, എല്ലായിടത്തെ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവും, ഗവൺമെൻറ് ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ആണെങ്കിലും അവർ വന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു ദേ തിങ്ക് ദേ ഹാവ് സംതിങ് ടു ഗിവ് അല്ലേ. അവർ വന്നതിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയാൽ എനിക്കറിയില്ല. അവരുടെ ബോട്ടുകൾ അന്നത്തെ ഉപജീവന മാർഗം കളഞ്ഞിട്ടാണ് അവരുടെ വന്നത്. അവരുടെ ബോട്ടുകൾ ഒത്തിരി തകരാറിലായി. ആരും നന്നാക്കി കൊടുത്തായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ദേ കം. എനിക്ക് തോന്നുന്നു അവരുടെ ജോലി അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്നത് ദേ ഹാവ് സംതിങ് ടു ഗിവ്. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുള്ളൊരു മനസ്സുള്ളത് കൊണ്ടാണ്. നഷ്ടക്കണക്കുകൾ ആരും വെക്കാറില്ല. നഷ്ടങ്ങളുടെ കണക്കുകളേ ഇല്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിലല്ലേ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ ഡോക്ടേഴ്സ്, നമ്മുടെ നേഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, അവരോട് പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റ്, എത്രയോ ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആംബുലൻസ് ഡ്രൈവേഴ്സ്, ഒത്തിരി പേര് ഹാർഡ് വർക്ക് ചെയ്യാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, അവരുടെ പ്രൊഫഷനാണ്. പക്ഷേ ഇത്ര കമ്മിറ്റഡ് ആയിട്ട് ജോലി ചെയ്യാൻ എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നത്? അവരെ പ്രേരിപ്പിക്കുന്നത് they think they have something to give. ഞാൻ കൊടുക്കാനായിട്ട്, മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ജോലിക്ക് മീനിങ്ഫുൾ ആയിട്ട് ഉള്ളത്. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുന്നത്, ഡു ഐ ഹാവ് സംതിങ് ടു ഗിവ്? ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ടുണ്ടോ? നമുക്കിപ്പോൾ അറിയാം, വലിയ MNC മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ എടുത്താൽ അവർ CSR ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. വലിയ ബിഗ് കമ്പനീസ് ഒക്കെ എടുത്താൽ നമുക്കറിയാം. അപ്പോൾ ബിൽ ഗേറ്റ്സിൻ്റെ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വത്തിൽ കൂടുതലും മലിൻഡ ഫൗണ്ടേഷനിലാണ്, അതായത് അവരുടെ ചാരിറ്റി ആക്ടിവിറ്റീസിനാണ് പോകുന്നത്. അതുപോലെ നമുക്കറിയാം അസീം പ്രേംജി, എന്തെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. ബിക്കോസ് ദേ ഫൈൻഡ് ദാറ്റ് ഇൻ ഗിവിങ് ദേ ഫൈൻഡ് ദ റിയൽ മീനിങ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനിടയായി. അത് നമ്മുടെ കല്യാൺ ജുവലേഴ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ, അതായത് പട്ടാഭിരാമൻ്റെ മകൻ മഹേഷ് പട്ടാഭിരാമനും അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് ആനീസ് കിച്ചൺ എന്ന പ്രോഗ്രാമിൽ, ഏഷ്യാനെറ്റിലുള്ള പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തു. ഇവർക്കറിയാം കല്യാൺ ജുവലേഴ്സ് ലോകമെമ്പാടും അനേക ഷോറൂംസ് ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിലുള്ള, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ കഴിയാൻ, ഇതിൻ്റെ ഓണേഴ്സിന് കഴിയാൻ ഞങ്ങൾക്ക് ഒരു കട പോലും ആവശ്യമില്ല, അല്ലാതെ തന്നെ ജനറേഷൻസ് കഴിയാനുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും കടകൾ ഞങ്ങളുടെ സ്റ്റാഫിന് വേണ്ടിയാണ്. ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, നമുക്ക് 3 നേരം കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. കാശ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ആരും 10 നേരം കഴിക്കത്തില്ല, നമുക്ക് 3 നേരം കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഓരോ കടയും വിജയിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫിന് ജീവിതമാർഗമാണ്. 10,000-ഓളം ജോലിക്കാരുണ്ട്. 10,000 ജോലിക്കാരെന്ന് പറയുമ്പോൾ 10,000 ഫാമിലീസിനെയാണ് അവർ ടേക്ക് കെയർ ചെയ്യുന്നത്. അവരുടെ ഓരോ കടയിലും ആൾക്കാർ കൂടുമ്പോൾ ദേ തിങ്ക് അവർക്ക് അത്രയും ആൾക്കാരെ ഞങ്ങൾ ജീവിതപ്പെടുത്തി. അതുകൊണ്ട് എവറി ഡേ ദേ വർക്ക്. അവർക്ക് ആ ജോലി കൂടുതൽ കാശ് കിട്ടിയതുകൊണ്ട് ഒരു നേരത്തെ ആഹാരം കൂടുതൽ കഴിക്കാൻ പറ്റില്ല. പക്ഷേ ദാറ്റ് ഈസ് ഹൗ ദേ ഫൈൻഡ് മീനിങ് ഇൻ ലൈഫ്. അതിന് മറ്റൊരു കാര്യത്തോട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പിതാവുള്ള സമയത്ത് പറഞ്ഞൊരു സംഭവമാണ്. ഉച്ചയ്ക്ക് സ്റ്റാഫ് എല്ലാവരും വീട്ടിൽ നിന്നാണ് ചോറ് കൊണ്ടുവരുന്നത്. പലപ്പോഴും ഇത് തണുത്തു പോകും, രാവിലെ നമുക്കറിയാൻ കൊണ്ടുവരും, തണുത്തു പോകും, ചിലപ്പോൾ താമസിക്കും കഴിക്കാൻ. അപ്പോൾ ഇദ്ദേഹം കൊണ്ട് പലരും ഈ ചോറ് കൊണ്ട് കളയുകയാണ്, കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറയാണ്, ഇവിടെയൊക്കെ കല്യാൺ ജുവലേഴ്സ് ഉണ്ടോ, അവിടുത്തെ മുഴുവൻ സ്റ്റാഫിനും ഉച്ചയ്ക്ക് ലഞ്ച് കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവർക്ക് ഉടമകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ അവരുടെ സ്റ്റാഫ് റിലേഷൻസ് ഭാഗമാണെന്ന് പറയുമെങ്കിലും ഞാൻ പറയും, ഇതിനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്നത് അവർ ചെയ്യുന്ന ജോലിയിൽ ദേ ഹാവ് എ മീനിങ്, അതിനൊരു അർത്ഥം അവർ കണ്ടെത്താനായിട്ട് സാധിക്കുമ്പോഴാണ്. അലിബാബയുടെ ഓണർ, ഫൗണ്ടർ ജാക്ക് മാ, ഒരുപക്ഷെ ഇന്ന് ഒത്തിരി പേര് അദ്ദേഹത്തിൻ്റെ സ്പീച്ചസ് കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു നല്ല, ഈ ജോലി ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥം കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഒരു ലൈഫിൻ്റെ കരിയറിനെ പ്ലാൻ ചെയ്യുമ്പോൾ 20 to 30 years യു ഫോളോ യുവർ ബോസ്. 20 മുതൽ 30 വയസ്സ് വരെ ബോസിനെ ഫോളോ ചെയ്യുക. കാരണം ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതാണ് അപ്പം നല്ലത്. കൂടുതൽ കാര്യങ്ങൾ സിസ്റ്റം അറിയാൻ പറ്റും, നമുക്ക് നല്ല കറക്ഷൻസ് കിട്ടും. ബട്ട് 30 to 40 if you wish to do something else, പുതിയ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, പുതിയ കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ
പുതിയൊന്ന് അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനുള്ളൊരു വർഷമാണ് 30 to 40 എന്ന് പറയുന്നത്. ദെൻ 40 to 50 അല്ലേ, 40 to 50 ഡു തിങ്സ് യു ആർ ഗുഡ് അറ്റ്. നിങ്ങൾ ഏതിലാണോ എക്സ്പെർട്ട് ആയിരിക്കുന്നത് ആ കാര്യം നിങ്ങൾ ചെയ്യേണ്ട പ്രായമാണ് 40 മുതൽ 50 വരെ. കാരണം ആ സമയത്ത് നമ്മൾ മറ്റ് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യരുത്, അത് ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ എന്തിലാണോ എക്സ്പെർട്ട് ആയിരിക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്താണ് നമ്മുടെ കരിയറിനെ 40 to 50 നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. 50 to 60 ഇയേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് ട്രെയിൻ ആൻഡ് ഡെവലപ്പ് യങ് ജനറേഷൻ. ആ പ്രായത്തിൽ നമ്മൾ ചെറു ജനറേഷനെ ട്രെയിൻ ചെയ്യുകയും അവരെ പ്രബോധിപ്പിക്കുകയും അവരെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ ആ സമയം ചെലവഴിക്കണം. 60 and above he says better stay with your grandchildren അല്ലേ, നമ്മൾ കൊച്ചുമക്കളുടെ സന്തോഷത്തിൽ ജീവിക്കുന്നതാണ്. അങ്ങനെ ആ ലൈഫിനെ കരിയറെ പ്ലാൻ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ ട്രൈ ടു ബി സക്സസ്ഫുൾ അറ്റ് ദ 10th ഇയർ. നമ്മൾ അടുത്ത 10 വർഷത്തേക്കാണ് നമ്മളെ ഫോം ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് മിടുക്കനാകേണ്ടത് ഇന്നത്തെ ജോലിക്ക് മിടുക്കനാകാൻ വേണ്ടിയല്ല, 10 വർഷം എന്താണ് ജോലി വരുന്നത് അതിലേക്കാണ് ഞാൻ മിടുക്കനാകേണ്ടത്. സോ ഓൾവേസ് സീ യുവർ ഫ്യൂച്ചർ ഇൻ 10 ഇയേഴ്സ്. 10 വർഷം കൊണ്ടാണ് നമ്മൾ മിടുക്കരായിട്ട് തീരേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജോലി, വർക്ക് അതിനെ എങ്ങനെ മീനിങ് ആക്കാം എന്നുള്ളതാണ്. വർക്ക് മീനിങ് ആകുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി നമുക്കത് പാഷനായിട്ട് തീരുന്നുണ്ടോ, നമ്മളതിനെ ഏറ്റവും കാര്യമായിട്ട് അതിൽ വഴി ഒരു മീനിങ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അടുത്ത നമ്മൾ മീനിങ് കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രത്യേകിച്ച് യുവജനങ്ങൾ ശ്രമിക്കുന്ന ഒരു മേഖല പഠനമാണ്. യുവർ സ്റ്റഡി. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു MCMൻ്റെ പ്രായപരിധി 30 വയസ്സായതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന യുവജനങ്ങളൊരു കൂടുതൽ ശതമാനവും പഠിക്കുന്നവരായിരിക്കും. +2 മുതൽ ഡിഗ്രി, PG മുതൽ PhD വരെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നമുക്കെങ്ങനെയാണ് പഠനം മീനിങ്ഫുൾ ആക്കാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നത്? ഇന്നസെന്റ് സിനിമ ചോദിക്കുന്നവരല്ല, എന്തിനാ നീയൊക്കെ പഠിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ദ അൾട്ടിമേറ്റ് മീനിങ് ഇൻ സ്റ്റഡിയിങ് അതെനിക്ക് നമ്മൾ കണ്ടെത്താൻ സാധിക്കുന്നത് നമുക്ക് ആദ്യം നമ്മുടെ ഒരു ലൈഫിനെ കുറിച്ചൊരു ഗോൾ ഉള്ളപ്പോഴാണ്. നമ്മുടെ ലൈഫ് എങ്ങോട്ട് പോകണം, അതിനുവേണ്ടി പഠിക്കണം എന്നുള്ളൊരു ഗോൾ ക്ലിയർ ആകുമ്പോഴാണ് ഈ പഠനത്തിനൊരു അർത്ഥം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പറയാറുണ്ടല്ലേ, ഒരു യാത്ര പോകുമ്പോൾ അതിൻ്റെ ഡെസ്റ്റിനിയാണ് ആ യാത്രയ്ക്ക് മീനിങ് കൊടുക്കുന്നത്. നമ്മൾ എവിടെ എത്തേണ്ടതാണെന്നുള്ളൊരു ആ ഒരു സ്ഥലത്തിൻ്റെ ആ പ്രാധാന്യമാണ് യാത്രയിലുടനീളം നമുക്ക് മീനിങ് നൽകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കുമ്പോൾ എന്തിനാണ് ഞാൻ പഠിക്കുക, വാട്ട് ഈസ് എ മീനിങ് ഇൻ സ്റ്റഡിയിങ്, വാട്ട് ഈസ് മൈ ഗോൾ. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കണ്ട ഒരു സിനിമയായിരിക്കും 3 Idiots എന്നുള്ളത്. അത് 3 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കഥയാണ്. അപ്പോൾ ആ കഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ഈ സിനിമ കണ്ടതാണ്, അതിൻ്റെ നോവൽ ഉണ്ട്. അപ്പോൾ ആ സിനിമയുടെ അവസാന പാർട്ടിൽ ഈ നായകനെ കാണിക്കുന്ന ഒരു സീനുണ്ട്. നായകൻ വലിയൊരു സയൻറ്റിസ്റ്റ് ആകുന്നു, വലിയൊരു ഓണ്ടർപ്രണർ ആകുന്നു, ലോകം അറിയപ്പെടുന്ന ഒത്തിരി പേറ്റൻസ് ഒക്കെ ഉള്ള വലിയൊരു ആളാകുന്നു. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ഏറ്റവും അവസാനം അദ്ദേഹം കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ്. അവരെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും യങ് ജനറേഷനെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹം ചെലവഴിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് എ പർപ്പസ് ഓഫ് യുവർ സ്റ്റഡീസ്. നമ്മൾ പഠിക്കുന്നതും വലുതാകുന്നതും ഒക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാനായിട്ടാണ് എന്നുള്ള ബോധ്യത്തിലുണ്ടാണ്. നമ്മൾ പഠിക്കുന്നതും വലുതാകുന്നതും മിടുക്കരാകുന്നതും ഒക്കെ ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി വി ഹാവ് സംതിങ് ടു ഗിവ്. അതാണ് അതിനെ ഏറ്റവും മഹത്വമാക്കുന്നത്. അതുപോലെ തന്നെ ലേൺ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ലൈഫ്. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ കുറേ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, കുറച്ച് തിയറീസ് പഠിക്കുക, കുറേ സ്കിൽസ് നമ്മൾ അല്ലേ കുറേ പ്രാക്ടിക്കൽ നോളജ് കിട്ടുക എന്നതിന് അപ്പുറമായിട്ട് ദർ ആർ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് വി ലേൺ ത്രൂ എഡ്യൂക്കേഷൻ. അത് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ബിഹേവിയർ. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, ഈ ആത്മഹത്യ കാര്യങ്ങൾ പറഞ്ഞപ്പം പറഞ്ഞല്ലേ, യുവജനങ്ങൾക്കാണ്. കാരണം നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ലൈഫിലൊരു ചലഞ്ച് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് നമുക്കില്ല. അല്ലെങ്കിൽ ലൈഫിലൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതിന് മാത്രം നമ്മളെ ഈ സ്റ്റഡീസ് നമ്മളെ എക്വിപ്പ് ചെയ്യുന്നില്ല. പലരും ലേൺ ചെയ്യുന്നുണ്ടല്ലേ, നമ്മൾ പറയും ടീച്ചിങ് ലേണിംഗ് അനാലിസിസ് പ്രോസസ്സ് ഉണ്ടല്ലേ. നമ്മൾ പഠിക്കുന്നു, പക്ഷേ ഈ പഠിച്ച കാര്യം
അനലൈസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ഈ ജീവിതത്തെ ഏറ്റവും സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ, ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുപോകാൻ നമ്മളെ തന്നെ അത് എക്വിപ്പ് ചെയ്യുകയും ചെയ്യും മാത്രമേ ശരിയായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോസസ്സ്, സ്റ്റഡീസ് നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കാര്യം പ്രശ്നം ഉണ്ടാകുമ്പോൾ പെർസീവിയർ ചെയ്യാൻ, പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാനുള്ള ആത്മധൈര്യവും നോളജും ഒക്കെയാണ് ശരിയായ സ്റ്റഡീസിലൂടെ നമുക്ക് കിട്ടേണ്ടത്. ദ പ്രാഞ്ചിയേട്ടർ ആൻഡ് ദ സെയിൻറ്റ് എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൽ പ്രാഞ്ചിയേട്ടൻ പോളിയെ ദത്തെടുത്തതിന് ശേഷം പുണ്യാളനെ കാണാനായിട്ട്, ഫ്രാൻസിസ് പുണ്യാളനെ കാണാനായിട്ട് വരുന്ന സമയത്ത് അവരുടെ ഡിസ്കഷൻ കഴിഞ്ഞ് അവസാനം തിരിച്ചു പോകാൻ നേരം ഫ്രാൻസിസ് പുണ്യാളൻ പ്രാഞ്ചിയേട്ടന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. പ്രാഞ്ചി, നീ നിന്റെ കാറിലിരിക്കുന്ന പോളിയെയും കൊണ്ട് നീ വീട്ടിലോട്ട് പോവുക. ഒരു കാര്യം പറയുന്നുണ്ട്, സ്വർണം കൊണ്ട് പള്ളി പണിയുന്നവനല്ല, ഒരു മനുഷ്യ ജീവനെയെങ്കിലും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാൻ കഴിയുന്നവനാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാവുന്നത്. നീ സ്വർണം കൊണ്ട് ഒരു പള്ളി പണിയുന്നതിനെക്കാട്ടിലും വലിയ ആളെന്ന് പറയുന്നത് ദുരിതത്തിൽ നിന്ന് അല്ലെങ്കിൽ വിഷമഘട്ടത്തിൽ നിന്ന് ഒരാളെയെങ്കിലും നമുക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവൻ എന്നാണ് ഫ്രാൻസിസ് പുണ്യവാളൻ പ്രാഞ്ചിയേട്ടനോട് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ നന്മയാക്കാനാണ്, ഈ സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഒരു ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളോട് ചോദിക്കുക, ഞാൻ ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്നു, പല കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവരെ കൂടെ ഒരു ബെറ്റർ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണോ? ഈ ലോകത്തെ അല്പം കൂടെ നന്മയിലേക്ക് നയിക്കാനാണോ? അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന് മീനിങ് ഉണ്ട്, അർത്ഥം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചലഞ്ച് നേരിട്ട ഒന്ന് റിലിജനാണ്. പ്രത്യേകിച്ച് പലരും ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് സഭ, അല്ലെ പള്ളിയിൽ പോകുന്നത് എന്തിനാണ്? എനിക്ക് തോന്നുന്നു വൈ ടു ഗോ ടു ചർച്ച് എന്ന ക്വസ്റ്റ്യനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് വാട്ട് ഇസ് ദ റോൾ ഓഫ് ചർച്ച് ടുഡേ എന്നതിലുള്ള ഡെഫിനേഷനിൽ നിന്നാണ്. സഭയുടെ ഈ ലോകത്തിലെ റോൾ അതിനെയൊക്കെ റീഡിഫൈൻ ചെയ്യാനുള്ള കാലഘട്ടവും പുനർവിചിന്തനം ചെയ്യേണ്ട കാലഘട്ടം കൂടിയൊക്കെയാണ് എന്നെനിക്ക് തോന്നുന്നു. സഭ എന്ന് പറയുന്നത് പള്ളിയിൽ പോകുന്നത് മാത്രമല്ല. പള്ളിയിൽ പോകുന്നതുകൊണ്ട് മാത്രം സഭയുടെ ശരിയായ അർത്ഥതലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നില്ല. പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ടു ലീവ് എസ് എ ട്രൂ ക്രിസ്ത്യൻ. ഒരു നല്ല ക്രിസ്തു സാക്ഷിയായിട്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥമായ സഭ എന്ന് പറയുന്നത്. എനിക്കത് സഭ എന്ന് പറയുന്നത് പള്ളിയിലല്ല, ഈ സഭ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. ഐ ഹാവ് ടു ലീവ് ലൈക്ക് എ ക്രിസ്ത്യൻ. അവിടെയാണ് എനിക്ക് തോന്നുന്നൊരു സാക്ഷ്യത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പലർക്കും ഈ ദൈവത്തെ ഈ സഭയിൽ പള്ളി കണ്ടെത്താൻ സാധിക്കുന്നില്ല. ക്രൈസ്റ്റ് ഈസ് മിസ്സിങ് ഇൻ ക്രിസ്മസ് എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഈ പള്ളി എന്നതിലേക്കും സഭ എന്നതിലേക്കും ഈ ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്താനായിട്ട് പലർക്കും സാധിക്കാത്തത് കൊണ്ടാണ് നമുക്കൊരു മീനിങ് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചർച്ച് ഈസ് ഫോർ ദ സൊസൈറ്റി. നമ്മൾ സഭ എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം നമുക്കിനിയും കൂടുതൽ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമുക്കെങ്ങനെ ഒരു സാക്ഷ്യം, യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഈ സഭയിലൂടെ നൽകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സഭവിശ്വാസത്തിനെതിരായി മറ്റ് പല ബാഹ്യശക്തികളിൽ നിന്നും വളരെയേറെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹൗ വി ആർ ഡിഫൈനിങ് അവർ റോൾ ഇൻ ദ സൊസൈറ്റി. നമ്മുടെ റോളിനെ ഡിഫൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ക്രിസ്മസിന് സാധാരണ നമുക്കറിയാം അച്ഛന്മാരൊക്കെ വിശേഷ ക്രിസ്മസിനും ഓണത്തിനൊക്കെ നമ്മൾ വീട്ടിൽ പോകാറുണ്ട്. പേരൻസിലൂടെയൊക്കെ ആയിരിക്കാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ചില കാരണങ്ങൾ എനിക്ക് പോകാനായിട്ട് അസൗകര്യമുണ്ട്, ഞാൻ പോയില്ല. അപ്പം ഞാനായിരിക്കുന്ന ഈ കോമ്പയാറ് പള്ളിയിൽ ഇപ്പം ഞാൻ ചിന്തിച്ചു ക്രിസ്മസിന് ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മുടെ പള്ളിയിലുള്ളത് വീട്ടിൽ പോകാം, പ്രത്യേകിച്ച് നമ്മുടെ സാന്നിധ്യം ആവശ്യമെന്ന് തോന്നുന്ന ഒരു വീട്ടിൽ പോകാമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ പള്ളിയിൽ പ്രായമായ ഒരപ്പച്ചനും അമ്മച്ചിയും, അവർക്ക് മക്കളില്ല. അപ്പോൾ അവരുടെ അടുത്ത് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ എന്നെ കൂടെ കൊണ്ടുപോകുന്ന
റോബിൻ ഉണ്ട് പള്ളിയിലെ. റോബിൻ്റെ ജീപ്പിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ റോബിനോട് ഞാൻ പറഞ്ഞു, റോബിനെ നമുക്ക് രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഇന്ന വീട്ടിൽ പോകാം. അവർക്ക് കൊടുക്കാനായിട്ട് ഞാനൊരു കേക്കൊക്കെ സംഘടിപ്പിച്ച് ഞാൻ രാവിലെ ജീപ്പിൽ അവിടെ പോയി. ഇവരുടെ വീട് റോഡിൽ നിന്ന് വളരെ ഒരു മലയിലാണ്. അപ്പോൾ ഞങ്ങൾ ജീപ്പ് താഴെ ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരോട് നടന്ന് മുകളിലേക്ക് ചെല്ലുകയാണ്. മുകളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഇവർ രണ്ടുപേരും പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ ഇവർ എന്നോട് പറഞ്ഞ ഇതാണ്, അച്ഛ ഞങ്ങളെ കാണാൻ ആരും വരത്തില്ല, പക്ഷെ അച്ഛൻ ഞങ്ങളെ ഇന്ന് കാണാൻ വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തു, അവർക്ക് കൊടുക്കാവുന്ന സന്തോഷം, പക്ഷെ ഞാനിന്ന് വീട്ടിൽ പോയിരുന്നെങ്കിൽ അവർ എന്നെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുമായിരുന്നല്ലോ എന്ന് ഞാൻ വളരെ ചിന്തിച്ചു പോയി. ഞാൻ പറയുന്നു, അവിടെയാണ് സഭ. ചർച്ച് ഓൺ ഫുട്സ്. നമ്മൾ സഭ ഇനിയും പള്ളിയിലല്ല, നമ്മൾ ജനങ്ങളുടെ ഹൃദയത്തിലാണ്, സമൂഹത്തിലാണ് അവതരിക്കേണ്ടത്. അവരുടെ ജീവിതങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങി വരേണ്ടത്. ഇവിടെയാണ് സഭയുടെ മീനിങ് യഥാർത്ഥം നമ്മൾ കണ്ടെത്തുക. നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മളിനിയും അധികം സംസാരിക്കേണ്ട, വാക്ക് ദ ടോക്ക്. നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ നടന്ന് കാണിക്കുക, ചെയ്ത് കാണിക്കുക. അങ്ങനെയാണ് സഭ ഈ ലോകത്തിൽ കൂടുതൽ മീനിങ്ങിലേക്ക് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ നൽകാനായിട്ട് സാധിക്കട്ടെ. അത് നമ്മൾ ഒരു സഭയിൽ നമ്മൾ അംഗമായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ സഭയിൽ യേശുക്രിസ്തു ജീവിക്കാനായിട്ട് നമുക്ക് ഇടയാവുന്നുണ്ടോ എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ, അതിനെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ഇതിൽ മീനിങ് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഞായറാഴ്ച പള്ളിയിൽ പോയതുകൊണ്ടോ മാത്രമല്ല, യേശുക്രിസ്തു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിന് സാക്ഷികളായിട്ട് അവിടെ കടന്നു വരാനായിട്ട് സാധിക്കണം. അപ്പം ഈ ഗിവിങ് അല്ലേ, സഭയ്ക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉള്ളപ്പോഴാണ് അതിന് മീനിങ് ഉണ്ടാകുന്നത്. നമുക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉള്ളപ്പോഴാണ് അതിന് മീനിങ് ഉണ്ടാകുന്നത്. നമ്മൾ ഈ സഭ നമ്മൾ ഇത്രയും സമൂഹത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഇനിയും റീതിങ്ക് ചെയ്യാം. ഇനിയും കൂടുതലായിട്ട് നമുക്ക് എന്താണ്, എത്രമാത്രം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുണ്ടോ, അത്രമാത്രം യേശുക്രിസ്തു നൽകിയതുപോലെ മുഴുവനായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും, സഭ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും സഭയാണ്, നമ്മളാണ്, നമ്മുടെ ഉള്ളിലാണ് സഭ. ആ ഒരു ഓപ്പൺനെസ്, അതാണ് ശരിക്കും നമുക്കൊരു മീനിങ് ഫുൾ ലൈഫ് ഇൻ ചർച്ച് നൽകുന്നത്. ഇതിനോട് ചേർത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന മറ്റൊരു ചോദ്യം വൈ ടു പ്രേ എന്നുള്ളതാണ്. എന്തിന് പ്രാർത്ഥിക്കണം, അല്ലേ? പ്രാർത്ഥനയുടെ ആവശ്യകതയുണ്ടോ? എനിക്ക് തോന്നുന്നു, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് മീനിങ് ഇൻ ക്രൈസ്റ്റ്, ദർ ഇസ് നോ മീനിങ് ഇൻ പ്രേയർ. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് അർത്ഥം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ അർത്ഥം കാണാൻ സാധിക്കത്തില്ല. യേശുക്രിസ്തു ഇല്ലാത്ത ഒരു പ്രാർത്ഥനയില്ല. അപ്പൊ ക്രിസ്തു കേന്ദ്രീകൃതമാണ് നമ്മുടെ പ്രാർത്ഥന. അതോടൊപ്പം എനിക്കൊന്നു യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ, അണ്ടർസ്റ്റാൻഡിങ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ഹിസ് സഫറിങ് ആണ്. യേശുക്രിസ്തുവിന്റെ സഹനങ്ങളെയാണ് മനസ്സിലാക്കുന്നതാണ് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പ്രയർ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സഹനങ്ങളെ മനസ്സിലാക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നതുമായ ഒരു പ്രക്രിയയാണ്. ഇവിടെ മാത്രമേ പ്രാർത്ഥനയുടെ യഥാർത്ഥമായ അർത്ഥം കണ്ടെത്താൻ സാധിക്കുമെന്ന് നൽകുന്നു. അപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് എന്താ ഉള്ളത്? നമുക്ക് കൊടുക്കാൻ ടൈം. യേശുക്രിസ്തു കൊടുക്കാൻ നമ്മുടെ സമയം നമ്മൾ പൂർണ്ണമായിട്ട് കൊടുക്കണം. പരിപൂർണ സമർപ്പണമാണ് ഒരു പ്രാർത്ഥനയിൽ നടക്കേണ്ടത്. കാരണം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മനസ്സിലാക്കുന്നത്, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളെ ഉൾക്കൊള്ളുകയും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഭാവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ പ്രാർത്ഥനയുടെ അർത്ഥം കണ്ടെത്തുക. പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോകാനല്ല, അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ദുരിതങ്ങളുണ്ടാകുമ്പോൾ, സഹനങ്ങളുണ്ടാകുമ്പോൾ, ഇൻ പ്രയർ വി അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഇറ്റ്. ഇത് മനസ്സിലാകാതെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇത് വലിയ അർത്ഥമൊന്നും കാണാൻ സാധിക്കാത്തത്. യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ സഫരങ്ങൾ, എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾക്കൊക്കെ വെളിച്ചം കണ്ടെത്തുന്നത്, ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് ഞാൻ പ്രാർത്ഥനയിലാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ രണ്ട് തരത്തിൽ പ്രാർത്ഥന നമ്മളെ സഹായിക്കും, ഉൾക്കൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന വെളിച്ചം കൂടുതൽ ജാഗ്രതയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വിജിലൻസ്, നമ്മുടെ ദൗത്യത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, പൊതുസമൂഹത്തിൽ നമ്മളായിരിക്കേണ്ട തലങ്ങളെക്കുറിച്ച്, നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ട ജാഗ്രതകളെക്കുറിച്ചൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, നമുക്ക് ദർശനം നൽകുന്നത്, ബോധ്യം നൽകുന്നത്, വെളിവ് നൽകുന്നത് ഈ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ തലങ്ങളാണ് നമുക്ക് വെളിവ് നൽകുന്നത്.
രണ്ടാമത് അതൊരു എക്സ്റ്റേണൽ ആണ്, അല്ലെ, ഒരു എക്സ്റ്റീരിയർ എഫക്റ്റാണ്. അതുപോലെ ഇന്റീരിയർ എഫക്റ്റാണ് ഒരു ധ്യാനം. ആ ധ്യാനത്തിൻ്റെ ഉള്ളിലേക്കുള്ള പുറത്തേക്കുള്ള ഒരു വരവ്, ഒരു യാത്രയും ഉള്ളിലേക്കുള്ള യാത്രയും, ഈ ധ്യാനവും നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയും യഥാർത്ഥമായ മീനിങ് നമുക്ക് നൽകുന്നത് ശരിയായ പ്രാർത്ഥനയുടെ അവസരങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രാർത്ഥനയുടെ തലങ്ങൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഒന്ന് നമുക്ക് പുറത്തേക്കുള്ള നമ്മുടെ വാതിലുകൾ, അതിനെയൊക്കെ പുറത്തെ യാഥാർത്ഥ്യങ്ങളെ ക്രൈസ്തവമായി മനസ്സിലാക്കുവാൻ, സഹനങ്ങളെ മനസ്സിലാക്കുവാൻ, പുലർത്തേണ്ടതായ ജാഗ്രതയും വെളിവും ഉണ്ടാകുവാൻ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. പ്രാർത്ഥനയുടെ സമയങ്ങളിൽ സഹായിക്കുന്നു. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവിടെ വസിക്കുന്ന യേശു എന്നെ മനസ്സിലാക്കാനും പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ അർത്ഥം ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തണം. യേശുക്രിസ്തുവിന് നമുക്ക് കൊടുക്കാനായിട്ട് എന്താണ് നമ്മുടെ പരിപൂർണമായിട്ടുള്ള സമർപ്പണം. ഞാൻ പറഞ്ഞു, ദ ട്രൂ മീനിങ് ഈസ് ഓൺലി ഇൻ ഗിവിങ്. കൊടുക്കുമ്പോൾ മാത്രമേ അർത്ഥങ്ങളുള്ളൂ. ഈ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിപൂർണമായിട്ട് സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശരിയായ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ആൻഡ് ചലഞ്ചസ് ഉണ്ടായ മറ്റൊരു കാര്യം നമ്മുടെ ഫാമിലിയാണ്. എനിക്കൊന്നും ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ദേ ആർ വിത്ത് ദ ഫാമിലി, മോർ ടൈം വിത്ത് ദ ഫാമിലി. പലരും തമാശ പറയുന്നത് ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഡൈവേഴ്സ് റേറ്റ്സ് കൂടുമെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എനിവേസ് ഒരു ഫാമിലിയുടെ അന്തരീക്ഷത്തിൽ കൂടുതൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ TCS എന്ന് പറയുന്നത് അറിയാം, നമ്മുടെ കമ്പനി ടാറ്റ കൺസൾട്ടിങ് സർവീസസ്, അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത 5 years കൊണ്ട് അവരുടെ 75% എംപ്ലോയീസ് വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അതായത് 5 വർഷം കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാർ വീട്ടിലിരുന്നായിരിക്കും ജോലി ചെയ്യുന്ന, ഓഫീസിലോട്ട് വരേണ്ട കാര്യമില്ല. അതൊരു വലിയ ചേഞ്ചാണ്. കാരണം ടെക്നോ പാർക്കിൽ നമ്മൾ വലിയ ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഇവരുടെ യാത്രയെല്ലാം ഒഴിവാകും, അല്ലേ? പൊല്യൂഷൻ വേണ്ട, ഒരു ടിക്കറ്റ് എടുക്കേണ്ട, അല്ലെങ്കിൽ രാവിലെ ഈ ബുദ്ധിമുട്ടേണ്ട, ഒത്തിരി ട്രാവൽ ഒഴിവാക്കാം, കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യാം, അസുഖങ്ങളൊക്കെ ഒത്തിരി കുറയും. ദർ ആർ ലോട്ട് ഓഫ് ചേഞ്ചസ് എന്നതുപോലെ ഉണ്ടാകും. അപ്പം അങ്ങനെ കമ്പനികളെല്ലാം വളരെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, അല്ലേ? ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ തന്നെ നമ്മൾ പണ്ട് വലിയ ഡെസ്ക്ടോപ്പിൽ ഉപയോഗിച്ചു, അല്ലേ? പിന്നെ നമ്മൾ സ്കൂളിൽ കണ്ടു വലിയ കമ്പ്യൂട്ടർ ലാബുകളൊക്കെയാണ്, അല്ലേ? ഇപ്പം പിള്ളേരെല്ലാവരും ലാപ്ടോപ്പിലാണ്. ഇപ്പം അത് മാറി ഇപ്പം നമുക്കൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം, ബാക്കിയുള്ള കാര്യം മൊബൈലുണ്ട്, ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അതിനകത്ത് നടക്കും. പിന്നെ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം തന്നെ വീട്ടിലാണ് കുട്ടികൾ നടത്തുന്നത്. അപ്പോൾ ആരോ പറഞ്ഞു, ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയ സ്വാധീനം നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മച്ചിമാരിലുമാണ്. കാരണം ഇപ്പോൾ പിള്ളേരുടെ മിക്ക അസൈൻമെൻറ്റ്സും ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മൊബൈലിൻ്റെ ടെക്നോളജിയും അസൈൻമെൻറ്റ്സ് എല്ലാം അവർ പഠിച്ചിട്ടുണ്ട്. പിള്ളേരെ ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ടാണ് വീടുകളിലൊക്കെ എന്ന് പറയുന്നത്, തമാശയായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ഫാമിലിയിൽ ദർ ഇസ് നോ ഫാമിലി വിത്തൗട്ട് ഗിവിങ്, അല്ലേ? പരസ്പരം കൊടുക്കാനില്ലാത്തവരുള്ള ഒരു ഫാമിലി ആകും. മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുമ്പോഴാണ് അവിടെ യഥാർത്ഥമായ മീനിങ് ഉള്ളത്. ആരോഗ്യം, സമ്പത്ത്, അവരുടെ ആയുസ്സിലെ മുഴുവൻ കാര്യങ്ങളും അത് മുഴുവൻ മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാനുള്ളപ്പോഴാണ് ദർ ഇസ് എ ഗിവിങ് ആൻഡ് ദ ഫൈൻഡ് മീനിങ് ഇൻ ദിസ്. അവിടെ എത്ര കഷ്ടപ്പാടെടുത്താലും, മക്കൾ എത്ര തള്ളി പറഞ്ഞാലും, എന്തെല്ലാം പ്രാരാബ്ദങ്ങളുണ്ടെങ്കിലും ദ സ്റ്റിൽ ഫൈൻഡ് മീനിങ് ഇൻ ഗിവിങ്. മക്കളുടെ കാര്യം എടുത്തേ, മക്കളാണെങ്കിലും പ്രത്യേകിച്ച് പ്രായമുള്ള മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ ഒരു കെയറും കൺസേണും പരിചരണവും ഉണ്ടാകുമ്പോഴാണ് അവിടെയാണ് ഗിവിങ്ങുള്ള ആ ഒരു മീനിങ് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അവിടെ മാത്രമേ ഒരു ഫാമിലിക്ക് നിലനിൽപ്പുള്ളൂ. സോ ദർ ഇസ് നോ ഫാമിലി വിത്തൗട്ട് ഗിവിങ്. പരസ്പര സമർപ്പണമില്ലാത്ത ഒരു കാര്യം, ഗിവിങ് ഇല്ലാത്തടത്ത് ഒരു മീനിങ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഇപ്പോൾ ആരോട് പറഞ്ഞു, പല ഹോസ്പിറ്റലിൽ പീഡിയാട്രിക്സ് വാർഡുണ്ട്, അവിടെ വളരെ ആൾ കുറഞ്ഞു. കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ പേരൻസ് കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അവരുടെ ആരോഗ്യം വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കാത്തു പരിപാലിക്കും. നമ്മൾ പുറത്തധികം കളിക്കാനും വിടില്ല. പിന്നെ മാസ്ക് ഇട്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. പുറത്തോട്ടുള്ള കളികൾ അങ്ങനെയുള്ള ഒത്തിരി കുറഞ്ഞു. പിന്നെ ഒരുപാട് ചെറിയ അസുഖങ്ങൾക്കൊന്നും പിള്ളേർ പോകാറില്ല. നമ്മൾ സാധിക്കുന്നിടത്തോളം വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ അവരെ ചികിത്സിക്കാനാണ് പരിശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട്
ഈ പിള്ളേരെ ആശുപത്രിയിലോട്ട് വിടുന്ന വരവ് കുറയും. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ആരോഗ്യം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ പലർക്കും അസുഖങ്ങളൊക്കെ കുറവുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ചേഞ്ചസ് ഒക്കെ ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ ഫാമിലിയിൽ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു യഥാർത്ഥമായ മീനിങ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ TCSൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ, സോ മോർ ടൈം പീപ്പിൾ വിൽ ബി ഇൻ ദ ഫാമിലി അല്ലേ. കൂടുതൽ സമയം ഈ ആൾക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയും വീട്ടിലെ കാര്യം ശ്രദ്ധിക്കുകയും ചെയ്യും. അവിടെ അതിനൊരു മീനിങ് കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഗീവ് ചെയ്യാൻ, കൂടുതൽ കൊടുക്കാനായിട്ട്, നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ്. എൻ്റെ ഈ സെഷൻ ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദ മീൻസ് ടു മീനിങ് എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ജോലി, നമ്മുടെ പഠനം, നമ്മുടെ സഭാ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ഫാമിലി, ഇതിലൊക്കെ ഒരു മീനിങ് കണ്ടെത്താനുള്ള ഒരു ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഞാൻ പറഞ്ഞു, ഒരു മീനിങ് നമ്മൾ കണ്ടെത്തുന്നത് വെൻ യു ഹാവ് സംതിങ് ടു ഗീവ്, കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയാണ് ശരിയായ അർത്ഥം, മീനിങ് നമ്മൾ കണ്ടെത്തുന്നത്. നമ്മൾ ഈ യുവജന പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും സഭാ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഓൾവേസ് തിങ്ക് ഓഫ് യുവർ കോൺട്രിബ്യൂഷൻ, വാട്ട് യു ക്യാൻ ഗീവ് എന്നുള്ള ഒരു തലത്തിൽ. പ്രധാനമായിട്ടും എനിക്ക് യുവജന ദിനത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, വലിയ ഒരു സാധ്യതകളുടെ ലോകത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. പുതിയ ചിന്തകളും പുതിയ ഇന്നോവേഷൻസിന് വേണ്ടിയാണ് ലോകം കാത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ സിയു സൂൺ സിനിമയുടെ കാര്യം തന്നെ നിങ്ങളോട് പറഞ്ഞു. പലരും ചിന്തിക്കുന്നത് ഇന്നോവേഷൻ എന്ന് പറയുന്നത് രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അല്ലേ, നമ്മൾ ഒരു ചിന്തയാണ്, ഒരു ബൾബ് ഓണാകുന്നത് പോലെയുള്ള. അങ്ങനെയല്ല. ഈ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു ഡാറ്റ അനാലിസിസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ഡേറ്റ നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ ആ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്ത്, അല്ലേ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പറയുന്ന പോലെ ഒരു അനാലിസിസിൽ നിന്ന് ഉണ്ടാകുന്ന റിസൾട്ടാണ് ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്നോവേഷൻ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് അതുപോലെ റീഡിങ് വേണം. അതുപോലെ ഡേറ്റ ഒരു വിഷയത്തെക്കുറിച്ച്, പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന പുതിയൊരു തോട്ട്, പുതിയൊരു ചിന്ത, ഐഡിയ, അതിനെയാണ് നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ വളരെ നന്നായിട്ട് വായിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. എനിക്കൊന്ന് യുവജനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു ടേം അപ്സ്കില്ലിങ് എന്നുള്ളതാണ്. നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പഴയ സ്കിൽസ് പോരാ അല്ലേ. ഇന്ന് കൂടുതൽ പീപ്പിൾ മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ് ചെയ്യാനും കഴിവുള്ള ആൾക്കാരെയൊക്കെയാണ് ഇന്ന് സമൂഹം അന്വേഷിക്കുന്നത്, സമൂഹം കാത്തിരിക്കുന്നത്. അത് നമ്മളെ തന്നെ അപ്സ്കിൽ ചെയ്യണം. നമ്മുടെ ക്വാളിറ്റീസിനെ നമ്മൾ അല്പം കൂടെ ഉയർത്തണം. അത് നമ്മളാണ് പഠിക്കണം, വായിക്കണം, നമ്മൾ ട്രെയിൻഡ് ആകണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് മൾട്ടി സ്കില്ലിംഗ് എന്ന് പറയും. നമ്മൾ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, പല രീതിയിലുള്ള സ്കിൽസ്, പല രീതിയിലുള്ള കഴിവുകൾ, സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ വളരെ വൈഡായിട്ട് വായിക്കണം. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച്, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മളിൽ ഉള്ളപ്പോഴാണ് പുതിയ ഇന്നോവേഷൻസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ പോകുന്നത്. അങ്ങനെയുള്ള നേതാക്കന്മാർക്ക് വേണ്ടിയും അങ്ങനെയുള്ള ആൾക്കാർക്ക്, ലീഡേഴ്സിന് വേണ്ടിയാണ് സഭയും സമൂഹവും കാത്തിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന യുവജനങ്ങൾ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ അപ്സ്കില്ലിങ്ങിലും മൾട്ടി സ്കില്ലിങ്ങിലും നിങ്ങൾ സമയം ചിലവഴിക്കുക. ഇൻ്റർനെറ്റ് ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യുക, പോസിറ്റീവായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യുക. വിജ്ഞാനം നിങ്ങൾ സംഭരിക്കുക. ആ വിജ്ഞാനത്തെ നിങ്ങൾ അപഗ്രഥിക്കുകയും അതിനെ അനലൈസ് ചെയ്യുകയും പുതിയ പുതിയ ക്രിയേറ്റീവ് ചിന്തകളും പുതിയ ആശയങ്ങളും ഉണ്ടാകട്ടെ. നമുക്ക് നല്ല ആശയങ്ങൾ, ക്രിയേറ്റീവ് ആശയങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ സഭയുടെ ജീവിതത്തെ, നമ്മുടെ സുവിശേഷവൽക്കരണത്തെ തന്നെ ഏറ്റവും നവീനമായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും. അതിന് സഭ ഏറ്റവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് നിങ്ങൾ യുവജനങ്ങളിലാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഈ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി ഏറ്റവും ഇന്നോവേറ്റീവായിട്ട്, ഏറ്റവും നല്ല അർത്ഥവത്തായിട്ട് സഭാ ജീവിതത്തിലേക്ക് സഭയെ കൈപിടിച്ച് നടത്തുവാൻ യുവജനങ്ങൾ പ്രാപ്തരാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യുവജന ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ നേരുന്നു. പ്രത്യേകിച്ച് എന്നെ ഈ സെഷന് വേണ്ടി ക്ഷണിച്ച സഭാസമിതിയോടുള്ള
ഡയറക്ടർ അച്ഛനോടും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.